ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഞങ്ങളിതാ മുട്ടായി തെരുവെന്നൊക്കെ പോന്ന് ഇനി ഞങ്ങൾ ഇവിടെ പോവാണ്. എവിടേക്കാ പോണേ? ബീച്ചിൽ പോവാണ്. മോനുവിന് ബീച്ച് ഞങ്ങൾ മറ്റേ ഗുരുവായൂർ പോയപ്പോൾ അവിടെ ബീച്ചിൽ പോകാറുണ്ട്. ആരാ ഗുരുവായൂരിൽ ഇപ്പോൾ എന്തായാലും ബീച്ച് ഉണ്ടാക്കൽ നടക്കൂല. അപ്പോൾ എന്തായാലും നമ്മൾ മുട്ടായി തെരുവിൽ വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് ബീച്ച് എളുപ്പമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇനി ബീച്ചിലേക്ക് പോവാണ്. ഇതാ രണ്ടാൾ ഇവിടെ കുത്തിരിക്കുന്നുണ്ട്. മച്ചു ഇതാ ഉറങ്ങി നീച്ചിക്കണു. മോനു പിന്നെ ഉച്ചക്കുറക്കല്ല, അതുകൊണ്ട് മരുപ്പിയാകുമ്പോഴത്തേന് കിടന്നു കൊടുക്കും. അപ്പോൾ എന്തായാലും ഇനി ബീച്ചിലത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം നമ്മളിനി ബീച്ചിലോട്ട് പോവാണ്. ഇതാ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. മോനോ അപ്പം ഇനി നേരെ ബീച്ചിലോട്ട്. പാർക്ക് ചെയ്ത സ്ഥലം കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫേമസ് എന്താ ജിഗർ തണ്ട അങ്ങനെ ഓരോ കട ഞങ്ങൾ നോക്കി വെച്ച് പോവുകയാണെങ്കിൽ വേഗം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ കാക്കുവോ പാർക്കിങ്ങിന് എഴുതി വെച്ചിട്ട് പേ പാർക്കിങ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എത്ര നേരം നടന്നു പേ പാർക്കിങ് പേ പാർക്കിങ് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഗൂഗിൾ അമ്മ ഇതൊന്നും പറഞ്ഞു തന്നില്ല ഞങ്ങൾക്ക്. ആ പെണ്ണിന് ചില നേരത്തൊക്കെ തെറ്റുന്നുണ്ട് നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ബീച്ചിലോട്ട് പോട്ടെ. ചിലപ്പോൾ വണ്ടി ഇങ്ങോട്ട് തന്നെ എടുത്ത് കൊണ്ടുവരും, കാരണം കുറേ ദൂരെ കൊണ്ടുപോയി ഇട്ടിക്കണം. അപ്പോൾ എന്തായാലും ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ. അപ്പോൾ ജിഗർദാന്തയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ നമ്മുടെ വണ്ടി പേ പാർക്കിങ്ങിലോട്ട് കൊണ്ടുവന്നു കേട്ടോ. അവിടെ നിർത്തിയിട്ട് കാക്കുവിന് ഭയങ്കര ടെൻഷനായിരുന്നു. വരാം മച്ചോ സെറ്റ് പല്ല്. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ മേള ഉണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളൊക്കെ ആയിട്ടാണോന്നും അറിയില്ല. അതിന് മുന്നേ ഞാൻ എന്തായാലും കോഴിക്കോട് ബീച്ചിൽ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ മേള ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഐസ്ക്രീം ആട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഐസ്ക്രീം തന്നു പറഞ്ഞാൽ നമ്മൾ മേടിച്ചു. ഐസ്ക്രീമിൽ തന്നെ ആയിക്കോട്ടെ തുടക്കം എന്ന് വിചാരിച്ചു. മച്ചുണ്ട് എക്സ്പ്രഷൻ വാരി വിതറുന്നു. ഐസ്ക്രീം എന്ന പൊലിവാണ്, കാരണം നല്ല ചൂടത്ത് ഐസ്ക്രീം എന്നപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തോന്നിയിട്ട് എനിക്ക് ഐസ്ക്രീം തിന്നാത്തതൊന്നും അറിയില്ല, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി. പക്ഷെ നന്നായിട്ട് അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാക്കുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങളെന്താ മേടിക്കാത്തതെന്ന്. അപ്പോൾ കാക്കു പറഞ്ഞു എനിക്ക് തണുപ്പ് കഴിക്കുമ്പോൾ എന്താ അറിയില്ല ഭയങ്കര ചങ്കിൽ നല്ല കിരകിരപ്പ് എന്നാണ്. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ സ്വീറ്റ് കോണൊക്കെ ഉണ്ടാക്കണ പല ഐറ്റംസിൽ ഉണ്ടാക്കണത് എന്താ പറയുക എന്തൊക്കെയോ ഉണ്ടായിരുന്നു. സ്പൈസി ആയിട്ട് ഉണ്ടാക്കണുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താണ് അങ്ങനെ കുറേ ഐറ്റംസിൽ ഉണ്ടാക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാക്കു പറഞ്ഞു കാക്കുവിന് അതൊന്നും ഒരെണ്ണം മതിയെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി എന്നൊന്നും പറയല്ല, അതിൻ്റെ നേരെ മുന്നിൽ തന്നെ ആയിരുന്നു കേട്ടോ. അത് കാക്കു സ്പൈസിയാണ് കേട്ടോ മേടിച്ചത്. എന്തോ ചാട്ട് മസാല ഇട്ടിട്ടാണ് തോന്നുന്നുണ്ട്. കാക്കു 2 സ്പൂൺ കഴിച്ചിട്ട് കാക്കുവിന് അതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുന്ത്രാണ്ടങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. മോനുവിനും ഇഷ്ടമാണ്. മച്ചും കഴിച്ചു വെച്ചാൽ ഞങ്ങളൊക്കെ കഴിക്കണണ്ട മച്ചും കഴിക്കും കേട്ടോ. പിന്നെ മച്ചുവിന് ഒറ്റയ്ക്കൊരു പാത്രത്തിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരോട് ഒരു പ്ലേറ്റ് ഞങ്ങൾ ചോദിച്ചു. പ്ലേറ്റ് അല്ല ഗ്ലാസ് ചോദിച്ചു കേട്ടോ. അങ്ങനെ എല്ലാ കുട്ടികളും വന്നാൽ കരയിലുണ്ടെന്ന് തോന്നുന്നു. അയാൾ കാരണപ്പോൾ തന്നെ വേഗം എടുത്ത് തന്നേ. അപ്പോൾ പിന്നെ ഇതാ ഭയങ്കര തിരക്കേന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയി. ബീച്ചിൽ ഇതാ മറ്റേ എന്താ പറയുക വൈകുന്നേരം ആവാറായിരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 4-5 മണിയൊക്കെ ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു, പാർക്ക് ചെയ്യാനില്ലാണ്ട് ചിലവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മച്ചിന് പാൻറ് മടക്കി കൊടുക്കേ.
പിന്നെ അവിടുന്ന് സൺസെറ്റൊക്കെ കണ്ടിട്ട് കയറിയിട്ട് ഞങ്ങൾ ഇവിടെ കണ്ടോ രണ്ടാൾക്കാർ തുള്ളി മറിയുന്നത്. അപ്പോൾ കാക്കു അറിയുന്നു തിരമാല വരുമ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒലിച്ചു പോകില്ല. എന്താ അപ്പം എൻ്റെ കഥ എന്നറിയില്ല. ഒരു പേടിയില്ലാത്ത രണ്ട് സാധനങ്ങൾ. അവിടെയുള്ള ആൾക്കാരാവുമെന്ന് വിചാരിക്കുന്നു. അല്ലേ ഇപ്പം എത്ര പേടിയില്ലാണ്ട് ഇറങ്ങൂലല്ലോ. അതോ സാഹസം കാണിക്കണമെന്ന് അറിയില്ല. നല്ല ഉപ്പുണ്ടോ? ഉപ്പ് എങ്ങനെ കുടിച്ച് ലാസ്റ്റ് തിരമാലയിൽ മച്ചു കുളിച്ചിരിക്കുന്നു. ഇനി കുടി പോയി കുളിക്കണ്ടല്ലേ? എങ്ങനെ കടന്നുറങ്ങിയല്ലേ? ഇങ്ങനെ കടന്നുറങ്ങാം. വെള്ളത്തിൽ മുക്കിയ മച്ചു തലയിലൊക്കെ അതാണ്. ഉപ്പ് കുടിക്കണേ. നല്ല ഉപ്പ് തരട്ടോ. ആക്കാട് വെള്ളത്തിൽ ആക്കാടുണ്ടേ. ഇമ്മേ ആക്കാട്. ഇനി കടലിലെ കളി കഴിഞ്ഞിട്ട് ഇതാ വച്ചു പെൺകിൻ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പെൺകിൻ നടക്കുക? നടന്നു വാ. രണ്ടല്ലേ ഫുള്ള് വെള്ളം തന്നെ പെൺകിൻ യാത്രയാണ്. പെൺകിൻ എങ്ങനെ നടക്കടാ? വായോ വായോ മച്ചോ മച്ചോ നടന്ന ഞാനൊന്ന് കാണട്ടെ. പെൺകിൻ നടക്കണം. ഇങ്ങോട്ട് വാ. മച്ച കൈ പിടി വന്നിട്ട്. എല്ലാവരും 4 പേരൊക്കെ നടന്നിട്ടേക്കാരം കടൽ ചാടാൻ പോവുക. ഞങ്ങൾ നേരെ തിരിച്ചിരുന്നു. ആദ്യം കടലിൽ ചാടാൻ പോയി, പിന്നെയാണ് എല്ലായിടം കാണാൻ വേണ്ടി പോയത്. അപ്പോൾ അതിന് ഇതാ ഷൂസും ചെരുപ്പൊക്കെ കയ്യിലായി. നടക്കാനൊന്നും ചെരുപ്പില്ലാതെ നടക്കണം. പിന്നെ കാക്കു ഇവിടെ കടലോരത്ത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, കോഴിക്കോട് പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ പറയൽ തുടങ്ങിയാണ് കാക്കു. ഞാനൊക്കെ പോയിരുന്ന സമയത്ത് എന്തോ ഒരു ഐശ്വര്യത ഉണ്ട് അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടോ. അപ്പോൾ കാക്കു വിചാരിച്ച ഐശ്വര്യത ആയിരുന്നില്ല. കാക്കു വിചാരിച്ചത് എന്തോ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇട്ടത് എന്തോ ഗോളാക്കി തരുന്നത് എന്തൊക്കെയാണ് പറഞ്ഞു. എനിക്ക് സംഭവം മനസ്സിലായൊന്നുമില്ല. എന്തായാലും എനിക്കൊരു 4 ഉപ്പിലിട്ടത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കതന്നെ ഐശ്വര്യത. എനിക്കെന്തായാലും അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കടലിലുള്ള തിരക്കിയിരുന്നു. ആ കടറ 4 പേർ. അത് ഞങ്ങൾ മാങ്ങയിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ ചെന്നാൽ നമ്മൾ ആദ്യം മാങ്ങയാണല്ലോ എടുക്കുക. പക്ഷേ ആ മാങ്ങയുടെ മസാല ഉണ്ടല്ലോ, അത് 1 മസാലയായിരുന്നു. അപ്പോഴാണ് മോന് പറഞ്ഞത് മോനിക്ക് മാങ്ങ ഇഷ്ടമല്ല എന്ന്. ചുമ്മാ പറയണത് കണ്ടു നോക്കുമ്പോൾ മാങ്ങയാണ് ഇഷ്ടമല്ലാതെ. എനിക്ക് മാങ്ങ വേണ്ട, എനിക്ക് കുക്കുംബറല്ലേ ഇഷ്ടം. അപ്പോൾ പിന്നെ എന്തായാലും മോനിന് കുക്കുംബർ കൊടുത്തു കേട്ടോ. ഈ മാങ്ങയുടെ മസാല ഞാൻ പറഞ്ഞു നിർത്തി. ഇത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധയൊന്ന് മാറിപ്പോയി. പുളിങ്ങ ഉണ്ടല്ലോ, പുളിങ്ങയുടെ ചാറും പിന്നെന്താ മുളകും പൊടി മഞ്ഞപ്പൊടി ഇല്ല ഒന്നും, മുളകും പൊടി ഉപ്പ് എന്തൊക്കെയോ പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഇപ്പോഴും എൻ്റെ വാഴയിൽ വെള്ളം ഊറുന്നു പറഞ്ഞില്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുള്ളത്. ഞാൻ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പാടെ ഉപ്പായി ഐശ്വര്യതയും കിട്ടി. അത്ര നേരം ഐശ്വര്യത കിട്ടാണ്ട് ഞാൻ ബോറടിച്ചപ്പെടുത്തതായിരുന്നു മാങ്ങ. പിന്നെ എല്ലാം കൂടി ഒപ്പം കിട്ടിയിൽ കാക്കു പറഞ്ഞു ഈ എന്നെ തിന്നതൊക്കെ പാടെ എനിക്കും ഉണ്ടാകും. വയറിന് കേടാവുമ്പോഴുള്ള അറിയാം നമുക്ക് ഇങ്ങനത്തെ സാധനം തിന്ന വയറിന് കേടാവില്ല. എന്തായാലും കാക്കു പറഞ്ഞത്രേ, കാക്കു വിചാരിച്ചതല്ലെങ്കിലും കാക്കു പറഞ്ഞത് ഇതല്ല അവരുണ്ടാവുമ്പോൾ എന്നാണ് പറഞ്ഞിരുന്നിട്ട്. നിങ്ങളൊക്കെ പോകുമ്പോൾ എന്തായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കാക്കു പോകുമ്പോൾ ഇതായിരുന്നില്ല ഇത്ര, പക്ഷെ എന്തായാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ മോനുവിനത് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് മോനോട്. അപ്പോൾ ഞാൻ പറഞ്ഞു മോനു ഇനി സെപ്പറേറ്റ് ആയിട്ട് കഴിക്കണ്ട, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, ഇത് ഐസല്ലേ. അപ്പോൾ പിന്നെ മോന് പല്ലുവേദന ഉണ്ട് ഒരു ലേശം. അപ്പോൾ പിന്നെ ഈ ഐസും കട്ട ഫുള്ള് കട്ടയായിട്ട് അതിൽ കിടക്കണം. അവൻ ചമച്ച് തിന്നിട്ട് ഇനി പല്ലുവേദനയ്ക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഓരോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാങ്ങയോ കുക്കുമ്പറോ എന്താച്ചെടുത്തോ, അത് നമ്മൾക്ക് ഇങ്ങനെ കടിച്ചമച്ച് കഴിക്കാമല്ലോ. ഹാർഡാണ്, പക്ഷേ ഐസിനോളം വേദന ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എടുക്കണ്ടാന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ഓനത് കഴിച്ചു. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ മറ്റെന്താ പറയുക ഈ ഇതൊക്കെ കിട്ടുമല്ലോ, പൊരിക്കടികളൊക്കെ കിട്ടുന്ന കട ഉണ്ടല്ലോ, അങ്ങോട്ട് പോയിട്ടോ. അവിടെ എന്തൊക്കെയായിരുന്നു, കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു, പിന്നെന്താ കോളിഫ്ലവർ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം എന്തായിരുന്നു കൂന്തൽ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പം എന്താ കാടമുട്ട ഉണ്ടായിരുന്നു. ആ കടയിലൊന്ന് ചെന്ന് നിന്നിട്ട് എൻ്റെ സുബാനെ ഈ ചങ്ങായിയുടെ കജ്ജും കാലും പിടിച്ചിട്ടാണ് എന്തെങ്കിലും കിട്ടിയിട്ടുള്ളത്. തോണ്ടി ഞാൻ കൊയങ്ങി. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ തന്നെ ഒരാൾ അങ്ങോട്ട് വിളിക്കും, അങ്ങോട്ട് വിളിക്കുമ്പോൾ തന്നെ ഒരാൾ ഇങ്ങോട്ട് വിളിക്കും. അതായിരുന്നു അവിടുത്തെ അവസ്ഥ. എന്താ നമുക്ക് ആദ്യം കല്ലുമ്മക്കായ തന്നു കേട്ടോ. കല്ലുമ്മക്കായ ഇതാ എടുത്തോ, അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ ബാക്കി ഇപ്പം തരാനെന്ന് പറഞ്ഞു. സബൂർ ഇട്ടാൻ വേണ്ടിയിട്ട് അയാൾ ആദ്യം നിൽക്കുകയാണ്. പക്ഷേ ഞാൻ സബൂറായില്ല, ഞാനത് കിട്ടിയിട്ട് ഞാൻ അവിടുന്ന് പോയില്ല, മുഴുവൻ കിട്ടിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കാരണം അങ്ങനെയാണ് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുത്തിരിക്കേണ്ടി വരും. അപ്പോൾ അത് നടക്കില്ലല്ലോ. പിന്നെ കൂന്തൽ മേടിച്ചു കേട്ടോ. കൂന്തലിൻ്റെ കാര്യം ടേസ്റ്റ് നല്ലോണം ഉണ്ടായിരുന്നു, പക്ഷേ പൈസക്ക് ഉള്ളതില്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയായിരുന്നു. കൂന്തൽ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ട്. ചീരണിപ്പൊതിയൊക്കെ പാടെ കയ്യിൽ പിടിച്ചിട്ട് നടക്കുന്നു. കാരണം ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല,
പിന്നെ അത് മച്ചു പറഞ്ഞിട്ട് മേടിച്ചാണ്ട് മച്ചുവിന് കല്ലുമ്മക്കായ ഇതും അത്യാവശ്യം ഹാർഡായിരുന്നു. അപ്പോൾ അവന് കഴിക്കുമ്പോൾ ഇനി വയ്ക്കൂല വിചാരിച്ച് മോനും മച്ചുവിനും അത് മേടിച്ചു കേട്ടോ. ഓലത് കണ്ടു നോക്കുമ്പോൾ ഓൽക്ക് ഇത് വേണ്ട. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തിന്നുകയാണെങ്കിലുള്ളത് തരികയാണ്. കണ്ടോ ഓൻ്റെയൊക്കെ നോട്ടം കണ്ടോ? എന്താ അപ്പോൾ അത് തരാത്തതെന്നുള്ള നോട്ടം നോക്കണം. പല്ല് വേദനിച്ചാലും ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കല്ലുമ്മക്കായ എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് ഒഴിച്ച് കൊടുത്തു. മച്ചു ഒരെണ്ണം കടിച്ചപ്പോൾ തന്നെ പറഞ്ഞു, അതാ അമ്മച്ചി ഇത് എന്താ സാധനം, എനിക്ക് വേണ്ട. എന്തായാലും അതിൻ്റെ പൂതി എനിക്ക് മാറിക്കിട്ടി. ഞാൻ അതിന് തല്ലിവിടാൻ വരുമല്ലോ, സമാധാനത്തിൽ അതിലും തിന്നാലോ എന്ന്. അപ്പോൾ പിന്നെ അവനക്ക് മുട്ട കൊടുത്ത് ആളെ ഞാൻ ഒഴിവാക്കിയിട്ടോ. അപ്പം നമ്മുടെ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ ഇക്കത് പറിച്ചെടുക്കാനൊന്നും വയ്ക്കണ്ടായില്ല. അപ്പോൾ മോനുവിന് പിന്നെ ഞാനത് എങ്ങനെയൊക്കെയോ തോണ്ടി മാന്തി എടുത്ത് കൊടുത്തു കേട്ടോ. മോന് ഒരു കടി കടിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി ഇതിന് വേറൊരു ചോയ, എനിക്കത് വേണ്ട. അപ്പം എങ്ങനെ ആയി വേണമെന്ന് പറഞ്ഞ ആൾക്കാരുടെ അവസ്ഥയിലത് സംഭവം നല്ല എരിവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പോന്നു, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോന്നു കേട്ടോ. മേലൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഫോട്ടോ എടുക്കാനൊന്നും മോന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വെള്ളത്തിൽ ചാടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മാനൊക്കെ ചുവത്ത കളർ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അതാണ് സൺസെറ്റ്. സംഭവം അപ്പോൾ സൺസെറ്റ് ആയിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞു കാക്കുവിനോട് സൺസെറ്റൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കാണാൻ പറ്റിയില്ല. ഇപ്പോഴാണ് സൺസെറ്റ് വന്നത്. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ ഡ്രസ്സൊന്നുമില്ല, നഗ്നന്മാരായിരിക്കണം, അതുകൊണ്ട് ഓലൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഓക്കെ ബൈ. ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.